എലത്തൂർ ട്രെയിൻ ആക്രമണ കേസിൽ അറസ്റ്റിലായ ഷാറുഖ് സൈഫിയെ കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് തെളിവെടുപ്പ് ഇന്ന് നടത്തും. ഈ വാർത്തയുടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KM ഒപ്പം തന്നെ ഫിറോസ് അലി മുഹമ്മദും ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഇപ്പോൾ ഫിറോസ് അലി മുഹമ്മദിലേക്ക് ആദ്യം പോകാം. ഫിറോസ് അലി മുഹമ്മദ്, ഈ കോഴിക്കോട് നിന്നും ഇപ്പോൾ റിയാസ് KM അല്പസമയത്തിനകം തന്നെ ചേരും. ഈ പ്രതിയെ ഇന്ന് കോഴിക്കോട് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വഴിനീളെ തന്നെ സുരക്ഷാ വീഴ്ചയൊക്കെ ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ആകെ 3 പോലീസുകാർ മാത്രമായിരുന്നു പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ടയർ നിരവധി തവണ പഞ്ചറാകുന്നു. അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഈ പ്രതിയെ കൊണ്ടുവരുന്നതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന വിമർശനങ്ങൾ രാവിലെ തന്നെ ഉയരുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? അജി, ഇതിൽ തീർച്ചയായും ഇപ്പോൾ കോഴിക്കോട് പോലീസ് ക്യാമ്പിൽ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ റിയാസ് KM കോഴിക്കോട് നിന്ന് പറയാൻ കഴിയും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് വന്നാൽ, ഇതിൽ കേരള പോലീസിൻ്റെ അതുപോലെ RPF ഒക്കെ വല്ലാത്ത സുരക്ഷാ വീഴ്ച അത് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യം, അത് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്നതിൽ തുടങ്ങേണ്ടതല്ല. മറിച്ച് ഈ സംഭവം ഉണ്ടാകുന്നത് 2-ാം തീയതി ഞായറാഴ്ച രാത്രി 9:27 എലത്തൂരിൽ വെച്ച് ഇത്തരത്തിൽ ഒരു കമ്പാർട്ട്മെൻറ്റിലെ യാത്രക്കാർക്ക് നേരെ ഇത്തരത്തിൽ പെട്രോൾ ചീറ്റിയ ശേഷം തീ വയ്ക്കുന്ന പ്രതി അതേ ട്രെയിനിൽ ഇദ്ദേഹം കണ്ണൂരേക്ക് എത്തുന്നു, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു എന്നത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. കാരണം ഈ സംഭവത്തിന് ശേഷം കൊയിലാണ്ടിയിൽ അതുപോലെ വടകരയിലൊക്കെ ഈ ട്രെയിൻ ആരിച്ചു പെറുക്കിയിട്ടും ഈ റെയിൽവേ പോലീസിനോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥർക്കോ ഒന്നും തന്നെ ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇദ്ദേഹം പറയുന്നത് അപ്പോഴെല്ലാം ഇദ്ദേഹം ഒളിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ആ പരിശോധനയുടെയൊക്കെ വിശ്വാസ്യത എന്തായിരുന്നു, അല്ലെങ്കിൽ ആ പരിശോധന എത്രത്തോളം ജാഗ്രതയോടെ ആയിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാതെ ഏതായാലും ആകാശമാർഗ്ഗമൊന്നും പോകാൻ ഒരു നിവൃത്തിയുമില്ലല്ലോ. അതിനുശേഷം ഇദ്ദേഹം മണിക്കൂറുകളോളം കേരളത്തിലുണ്ടായിരുന്നു. ആ രാത്രിയിൽ തന്നെ, ആ രാത്രി എപ്പോഴും അദ്ദേഹം അതിർത്തി കടക്കുന്നു, പുലർച്ചയോടെ മറ്റോ അതിർത്തി കടന്നു പോകുന്നു. അപ്പോഴും ഈ സംഭവത്തിന് ശേഷം, മണിക്കൂറുകൾക്ക് ശേഷം പോലും ഇത്ര വലിയൊരു സംഭവം, 3 ജീവനുകൾ പൊലിഞ്ഞൊരു സംഭവം, ഒരു തീവ്രവാദ ആക്രമണ സ്വഭാവമുള്ളൊരു സംഭവം ആ പ്രതി കേരളത്തിൽ മണിക്കൂറുകളോളം ഉണ്ടായിട്ടും റെയിൽവേ പോലീസിനോ മറ്റ് അനുബന്ധ പോലീസ് സംവിധാനങ്ങൾക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന സുരക്ഷാ വീഴ്ച അവിടെ നിൽക്കുന്നു. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ പുലർച്ചെയാണ് മഹാരാഷ്ട്ര ATSന്റെ പിടിയിൽ ഇദ്ദേഹം ആകുന്നത്. ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് സ്വകാര്യ വാഹനത്തിൽ 3 പോലീസുകാർ മാത്രമാണ്, 3 ഉദ്യോഗസ്ഥർ മാത്രമാണ് എന്നുള്ള വലിയൊരു ഈ പരാതി, ആക്ഷേപം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ കാരണമായി പോലീസ് പറയുന്നത്, അതിനപ്പുറത്ത് വലിയൊരു പോലീസ് സന്നാഹവുമായി പോയാൽ അത് പ്രതിയുടെ സുരക്ഷയെ ഒരുപക്ഷെ ബാധിച്ചേക്കാം എന്നതുകൊണ്ടാണ്. കാരണം ഇത്ര വലിയ അപലപിക്കപ്പെട്ടൊരു സംഭവമാണ്. അങ്ങനെ ഒരു സംഭവത്തിൽ അങ്ങനെ ഒരു വലിയ സന്നാഹവുമായി പോയാൽ അത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പോകാതിരുന്നത്. 3 പേർ മാത്രം പോയത് എന്നാണ്. പക്ഷെ പല ഇടങ്ങളിലും ഇദ്ദേഹം, ഈ പോലീസുകാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഈ പ്രതി ഒറ്റയ്ക്ക് ഈ പോലീസ് വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള നിലയിലുള്ള ദൃശ്യങ്ങളൊക്കെ ഇതിനകം പുറത്തു വരികയും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെയും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇതിലേറ്റവും നിർണായകമായത് ഇദ്ദേഹത്തിൻ്റെ സിമ്മുകളെ കുറിച്ച്. ഇദ്ദേഹത്തിന് എത്ര ഫോണുകൾ ഉണ്ടായിരുന്നു, എത്ര നമ്പറുകൾ ഉണ്ടായിരുന്നു, പുതിയ സിം എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം നൽകിയ ആൾട്ടർനേറ്റ് നമ്പർ, പകരമുണ്ടായിരുന്ന നമ്പർ, ഇത്തരം നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ അന്വേഷണമാണ് ഇതിൽ ഏറ്റവും നിർണായകമായതെന്ന് പറയേണ്ടി വരുന്നു. അങ്ങനെ ഒരു സിം ഓണായപ്പോൾ, ഫോണിലിട്ട് ഓണാക്കിയപ്പോഴാണ് രത്നഗിരിയിൽ ഇദ്ദേഹം ഉണ്ട്, ആ ടവർ ലൊക്കേഷനിൽ ഇദ്ദേഹം ഉണ്ട് എന്ന വിവരം കേന്ദ്ര ഇൻ്റലിജൻസ് മഹാരാഷ്ട്ര ATSന് കൈമാറുന്നത്, ഭീകരവിരുദ്ധ സ്ക്വാഡിന് കൈമാറുന്നത്. അതാണ് ഈ കേസിൽ ആകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം രാജസ്ഥാനിലെ അജ്മീറിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ സിം ഈ ഫോണിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ എത്രയോ ദിവസം ഇദ്ദേഹം പിടികിട്ടാതെ, അല്ലെങ്കിൽ ഒരു അജ്ഞാതനായി, ട്രെയിനിൽ തീവച്ച അജ്ഞാതനായി ഈ ഷാറുഖ് സൈഫി തുടർന്നേനെ എന്നുകൂടി നമുക്ക് കരുതേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ പല ഘട്ടങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ നമ്മുടെ സംവിധാനങ്ങളുടെ സുരക്ഷാ വീഴ്ച, ഏറ്റവും പ്രധാനമായി അത്തരത്തിൽ ഈ ട്രെയിനിൽ 2 കുപ്പി പെട്രോളുമായി കയറി തീയിടാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ വലിയ പരിശോധനയും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനം അത്ര ജാഗ്രത പാലിക്കേണ്ട പല സാഹചര്യങ്ങളുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് അത്തരത്തിൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ട്. അവിടെയൊക്കെ എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്നുള്ള വലിയ ചോദ്യങ്ങൾ വരുന്ന ഘട്ടം കൂടിയാണ്. അതേസമയം ഇദ്ദേഹം മൊഴി മാറ്റുന്നു എന്നുള്ള വിവരങ്ങൾ, സുപ്രധാന വിവരം നമുക്ക് ലഭിക്കുന്നു. പ്രധാനമായും ഇദ്ദേഹം മഹാരാഷ്ട്ര ATSന് ഷാറുഖ് സൈഫി കൊടുത്ത മൊഴി, ഇതിനു പിന്നിൽ ബാഹ്യപ്രേരണയുണ്ട് എന്നാണ്. എൻ്റെ മാത്രം ഇഷ്ടം ആയിരുന്നില്ല, ബാഹ്യപ്രേരണയുണ്ട് എന്നാണ്. അതുപോലെ ഡൽഹിയിൽ നിന്ന് മുംബൈ വരെ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. അതാരാണ് എന്ന് വ്യക്തമല്ല. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഇദ്ദേഹം നൽകുന്ന മൊഴി പ്രകാരം
എൻ്റെ കുബുദ്ധിയാണ്, മറ്റാരുടെയും ബുദ്ധി ഇതിൻ്റെ പിറകിലില്ല. ഞാൻ കേരളത്തിലേക്ക് ആദ്യമായാണ് വരുന്നത്. കേരളത്തിൽ കൃത്യമായും അദ്ദേഹം കോഴിക്കോട് തന്നെ വന്ന് ഇറങ്ങുന്നു. കോഴിക്കോട് വന്നിറങ്ങി നേരെ പുറത്തേക്ക് പോയി പെട്രോൾ പമ്പിൽ പോയി 2 കുപ്പി പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കണ്ട ട്രെയിനിൽ കയറി ഏതോ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്തരത്തിൽ കുറേ പേരുടെ മേൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരുപാട് പൊരുത്തക്കേടുകളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. അതൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിലെ ചോദ്യം ചെയ്യലായിരിക്കും ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ വ്യക്തമാവുക. ഏതായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു സംഭവം രാജ്യശ്രദ്ധയിലേക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് തന്നെ വന്ന ഒരു സംഭവം. ആ സംഭവത്തിൽ കൃത്യമായ ഇടപെടൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെ ഒരു വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ നമുക്ക് തുണയായി എന്ന് പറയാം. ഏതായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ പ്രതിയെ പിടിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ മറ്റ് തീവ്രവാദ ബന്ധമുണ്ടോ, മറ്റ് ഇടപെടലുകളുണ്ടോ, എന്തുകൊണ്ട് കോഴിക്കോട്, എന്തുകൊണ്ട് കേരളം, എന്തുകൊണ്ട് ഈ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിൻ അടക്കമുള്ള ചോദ്യങ്ങൾ ഒത്തിരി ബാക്കിയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ വരുന്ന സമയങ്ങളിലുള്ള ചോദ്യം ചെയ്യലിൽ കഴിയുമെന്ന് അന്വേഷണ സംഘം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഇദ്ദേഹത്തെ ഹാജരാക്കാനാണ് സാധ്യത. പക്ഷേ തുടർ ചോദ്യം ചെയ്യലിനായി പ്രൊഡക്ഷൻ വാറണ്ട് അനുവദിക്കണമെന്ന് കോടതിയിൽ അപേക്ഷ നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അത് 5 ദിവസമോ 10 ദിവസമോ ഒക്കെ ഒരു കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യത കൃത്യമായും നമ്മൾ കാണുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അജി കുഞ്ഞുമോൻ. തീർച്ചയായും ഫിറോസ്, അങ്ങയുടെ വിലയിരുത്തലുകൾ വളരെ കറക്റ്റാണ്. ഇപ്പോൾ